ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ടി ആൻഡ് ടിയുടെ ഷവായി കഴിക്കാൻ പോവാണ്. ഷാസ് അത് ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഈ ഹൈപ്പ് കൊടുത്തുകൊണ്ട് അവനത് കൊള്ളാവോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഇന്നത്തെ. അത്യാവശ്യം നമ്മളെല്ലാ ഗ്യാങ് മെമ്പേഴ്സും ഉണ്ട്. സോനു, സന, കാർത്തി, വർഷ, ശരണ്യ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ പോയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന്, ഇന്നത്തെ ഷവായി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ വിചാരിക്കുന്ന ആ മസാല എനിക്ക് അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആയില്ല. ബിക്കോസ് എനിക്ക് അതിൻ്റെ ഫ്ലേവർ എൻ്റെ ഒരു ടൈപ്പല്ല. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞേ, എനിക്ക് ബീറ്റ് ബോക്സിലെയും നമ്മുടെ എന്താ പറയുക ക്ലബ് ഷവായറി വലിയ കുഴപ്പമില്ല, ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്നത് വിത്തൗട്ട് മസാല കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും കുബൂസ റൈസ് എന്തെങ്കിലും ഉണ്ടോ എന്നും ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഷവായിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്കൊന്ന് ആരോ എൻ്റെ അത് ഫ്രണ്ട് പോയിട്ട് അത് ഒറിജിനലായിട്ടിലേക്ക് വിത്തൗട്ട് മസാല കഴിച്ചെന്ന് തോന്നുന്നു. അപ്പം നല്ലതെന്ന് പറഞ്ഞു. സോ നോക്കാം, വിത്തൗട്ട് മസാലയും വിത്ത് മസാലയും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏതാണ് നല്ലതെന്ന് നോക്കാം. അപ്പം ടെസ്റ്റിംഗ് ടി ആൻഡ് ടി ഷവായി ടുഡേ. ബൈ ഗൈസ്. നമ്മളപ്പോൾ ടി ആൻഡ് ടി ഷവായിൽ പോയതിന് ശേഷം വരാം. ഹലോ ഗൈസ്, നമ്മൾ റെഡ് ബുൾ പിങ്ക് എഡിഷൻ കിട്ടിയിരിക്കുകയാണ്, ഷുഗർ ഫ്രീ. ഇത് ഒരിടത്തും ഇറങ്ങിയിട്ടില്ല. ഇത് ദുബായിൽ മാത്രമുള്ളൊരു സാധനമാണ്. ഇതെനിക്ക് ആസനം ഉണ്ടോന്നാണ് ഈ സാധനം. ഇത് ഷുഗർ ഫ്രീ ആടാ. വേണ്ട, ഇവന്റെയൊക്കെ അക്സെപ്റ്റ് ഷുഗർ ഫ്രീ. ഞാൻ എല്ലാവരും തെറിച്ചറിച്ചാണ് ഗൈസ്. ആ പൊട്ടി, അതാണ് വേണ്ട. ഇതേത് എടുത്തോളാനാ? അത്രയും സ്നേഹം വേണ്ട. ഒരു മിനിറ്റ് പൊടി, നീ തന്നെ കുടിച്ചോ. അല്ല, നീ കുടി. ഷുഗർ ഫ്രീ ആന്നൊക്കെ പറഞ്ഞിട്ട് അൺഹെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെ ആദ്യം കുടിച്ചോ. പിങ്ക് എഡിഷൻ എങ്ങനെ ഉണ്ട്? കൊള്ളൂല്ലേ? നീ കുടി. ഹെൽത്തി കുട്ടി. എന്താണ് പിങ്ക് എഡിഷൻ? എന്താണ് ടേസ്റ്റ്? ഏതിന്റെ ടേസ്റ്റ്? എന്നാ നിനക്കല്ലേ ഗേൾസ് കുടിക്കൂല. ഇത് പിസ്സില്ലടി. ഓ ഇതില് കഫ് സിറപ്പിൽ ബബിൾ കിട്ടുന്നല്ലേ? ഇത് ഇന്ത്യയിൽ ഇറങ്ങാത്തതാണ് നല്ലത്. ആരും ദുബായിൽ നിന്ന് കൊണ്ടുവരുകയും ചെയ്യല്ലേ ഇത് അല്ലേ? ഓ, കഫ് സിറപ്പും ബബിൾ ഗും ഇത് അടിച്ച് കിറങ്ങിയല്ല, ചാടിച്ചാടി നടക്കും കേട്ടാ. വേറെ ലെവൽ സാധനം കേട്ടാ. ഓ സത്യം കേട്ടാ. ഉമ്മ കൊടുത്താലോ ഉമ്മ കിടന്ന് ഉറങ്ങും. ഉമ്മ ചാടിച്ചാടി നടക്കും ഇത് കുടിച്ചു കഴിഞ്ഞാ. അത് നമുക്കാണെങ്കിൽ ഉമ്മയെ കൊടുത്തു. ഇത് മറ്റേ ഒരു ടോണിക്കിന്റെ ഒക്കെ മണം. എടീ ഭയങ്കര ഹെൽത്തി ആണെന്ന് തോന്നുന്നു കേട്ടാ. ടോണിക്കിന്റെ ഒക്കെ ഒരു മണം. പക്ഷെ നല്ല പാക്കിങ് കേട്ടാ. ഒരു ബ്ലൂ റെഡ് ബുൾ, ഗുഡ് ജോബ്, നൈസ് നൈസ് പ്രസന്റേഷൻ. മാർക്കറ്റിംഗ് അവന്മാരാ സമ്മതിക്കണം കേട്ടാ. എന്തോ കുടിക്കുമ്പോ ഒരു ഫസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണം. അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയത്. ടോണിക് എന്തോ ഫ്രൂട്ടിന്റെ ആണ്. ഫോറസ്റ്റ് ഫ്രൂട്ട്സ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ പിന്നെ ഫ്രൂട്ട് ഇല്ലാതെ എന്തോ ബെറിയാണ്. ബെറി എനർജി ഡ്രിങ്ക് കണ്ടാ കണ്ട. എനർജി ഡ്രിങ്ക് വൈറ്റലൈസസ് ബോഡി ആൻഡ് മൈൻഡ്. കണ്ടാ മനസ്സിലായോ? ഓ നൈസ് ഗൈസ്. അപ്പൊ കൊള്ളാം. നൈസ്. അല്ല, നല്ല പാക്കിങ്. കുടിക്കരുത്, പാക്കിങ് കണ്ട് നല്ല ഭംഗി ആസ്വദിക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ബൈ. ആണെങ്കിൽ ഹായ് കാണിച്ചോ. ഇവരെ നമ്മൾ ഷവായി കഴിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. കണ്ടാ ജെട്ടികളോ? കണ്ടാ? കാണും വീണ്ടും. അപ്പൊ ശരി ഗൈസ്, നമ്മൾ കടയിൽ പോട്ടെ. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ടി ആൻഡ് ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ ടീമെല്ലാം ഉണ്ട്. അത്യാവശ്യം ഭയങ്കര തിരക്ക് കേട്ടോ ഗൈസ്. ഫുൾ ഹൗസ്. ഇവിടെ പാർക്കിംഗ് കുറച്ച് ഭയങ്കര ബഹളമാണ്. നോക്കിയും കണ്ടും പാർക്കിംഗ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. കമോൺ ഗൈസ്. ശരി ഗൈസ്, അകത്ത് കയറി ഷവായി ഓർഡർ ചെയ്തിട്ട് വരാം. ബൈ. ഓ മൈ ഗോഡ്, ആ ഫ്രഷ് കോഴി ഉണ്ടെന്ന് വെച്ചേക്കണേ ഗൈസ്. കമ്പി കുത്തി കയറിയ എന്റെ കണ്ടോ. അവിടെ ഒരു കുറെ റോ ഉണ്ട് കേട്ടോ. അതോ അവിടെ ഒക്കെ ഉണ്ട് ഗൈസ്. അകത്ത് നിറച്ച് ഇതേപോലെ ഇത്ര മാത്രം സാധനം ഉണ്ട് കേട്ടോ. കോഴി തിന്നാൻ വന്നേക്കുന്നവരെ കണ്ടോ ഗൈസ്. ഇവരൊക്കെയാണ് കോഴി തിന്നാൻ വേണ്ടി ഒഫീഷ്യലി കൊണ്ടുവന്നേക്കുന്നത്. അല്ലേ? ശരി ഗൈസ്, നമുക്ക് കയറിയിട്ട് വരാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം, പച്ച മാങ്ങ സാലഡ്.
ഇതാണ് മെയിൻ. ഇപ്പൊ ഇവിടെ ഇത് തുടങ്ങിയതിനു ശേഷം കുറെ ഷവായി സ്ഥലങ്ങളിൽ ഈ സാധനം കൊടുക്കുന്നുണ്ട്. ഇവിടെ എക്സിസ്റ്റിംഗ് ആൾക്കാരും കൊടുക്കുന്നുണ്ട് ഈ മാംഗോയുടെ സാധനം. ഇതൊരു വലിയൊരു മല പോലെ ഉണ്ടല്ലോ ഗൈസ്. മൈ ഗോഡ്, ഇതാണ് എന്റേത് കേട്ടോ. പക്ഷെ ഞാൻ മസാല ഇല്ലാത്തത് പറഞ്ഞു. ഇത് കുബൂസ്, ഇതിന് എക്സ്ട്രാ അറബിക് റൈസ് പറഞ്ഞു. അവിടെ ഒരു ഫുൾ ഒരു കുട്ട ചിക്കൻ അവിടെ ഉണ്ട്. ടിയാൻഡിയുടെ 40% ഷെയർ ഹോൾഡർ ആണ് ഇതായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് റൊമാലി വിളിക്കുന്നത് നമ്മളെ ജ്യൂസും മതി. പൈനാപ്പിൾ ലൈം, ഓറഞ്ച് ലൈം ഏതാ? അതേവനാണ്. എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഗൈസ് ഞാൻ കഴിച്ചിട്ട് വരാം. ടേസ്റ്റ് ചെയ്യാനായിട്ട് കൈ ഫ്രീ ആവട്ടെ ആദ്യം. പിന്നെ ഗൈസ് കൊള്ളാം. ഞാൻ ഇന്ന് മസാല ഇല്ലാത്ത ഷവായി ഓർഡർ ചെയ്ത് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. നൈസ്, സോ ഗുഡ്. ആക്ച്വലി ഇന്നത്തെ മസാല കൊള്ളാം. അന്ന് എന്തോ ഒരു ചെറിയ കുത്തലുണ്ട്. ഞാൻ അന്ന് അവരെ പറയുന്നത് കുറച്ചിത്തിരി ഒരു ഓവർ പവറിങ് അന്ന് ഉണ്ടായത്. അതാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ഈ മസാല ഇല്ലാത്തതും ട്രൈ ചെയ്ത് നോക്കുക. അത് നൈസാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെടാ. കൊള്ളോ, അത് ഇഷ്ടപ്പെടുക. നിങ്ങൾ കഴിച്ചിട്ട് വരാം ബൈക്ക്. ഇവിടെ ഷവർമയും കിട്ടും. പക്ഷേ അത് നോർമൽ എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. കൊള്ളാം, അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. ഞാനൊരു ജ്യൂസി ലെഗ് പീസും കുറച്ച് ചോറുമായിട്ട് അടിക്കാന്ന് വിചാരിച്ചു. നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടാ. ഇപ്പൊ എനിക്കൊന്ന് അടുപ്പിന്ന് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. നല്ല ചൂട്. ഓ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടാ. ഈ ഒരു ലെഗ് പീസും ഇതിന്റെ ചോറും അടിപൊളി. നല്ല ജ്യൂസി. അത് എടുക്കുമ്പോ തന്നെയാണ് നല്ല ചൂട്. ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും അതാണ്. ഇത് കഴിച്ചു നോക്ക്. ഇത് നീ കഴിച്ച് ചോറായിട്ട് കഴിച്ചു നോക്ക്. അടിപൊളി. കുറച്ച് കഴിച്ചു നോക്ക്. ഇനി ഇതാണ് എന്റെ ഫേവറേറ്റ്. സീരിയസ് സാധനമല്ലേ, നല്ല ജ്യൂസി ആയിട്ട്. ഷവായ എന്ന് പറയുന്നത് ഇതാണ് ഓജി. ദുബായിലൊക്കെ കിട്ടണതാണ്. അവിടെ മസാലയൊന്നും ഇല്ല. നമ്മൾ ഓജി ഷവായയുടെ ഫാനാണ്. ഇത് വർക്ക് ചെയ്യും. ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ മസാല ഇല്ലാതെ കഴിച്ചോ. ഓജി സുനിലിന്റെ ഫാനൊന്നുമല്ല, ഓജി ഷവായയുടെ ഫാനാണ്. എന്തെങ്കിലും ഓജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങേരെ പേരാണ്. അഡിയോസ് അമിഗോസ്. ഗൈസ്, രണ്ടുപേര് ലേറ്റ് ആയിട്ട് വന്നേക്കുന്ന രണ്ടാണ്. അതെന്ന് തോന്നുന്നു. ഓ കൊള്ളാം. കഴിച്ചിട്ട് വരാം. എന്നെ ഇവരെല്ലാരും കൂടെ കളിയാക്കി കൊല്ലുന്നു. ഡാഡി എന്നൊക്കെ വിളിച്ചിട്ട് അലമ്പിന്റെ കളി കേട്ടാ ഗൈസ്. ഇവരൊക്കെയാണ് എല്ലാത്തിനും കാരണം ഇവരാണ്. ഈ ഏരിയയിൽ നിന്നിട്ട് ഡാഡി എന്നൊക്കെ നിലവിളിയായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ട ഗൈസ്. ഇവരെ കൂടെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം എന്നെ ഡാഡി എന്ന് വിളിച്ച് ശരിയാക്കും. അതുകൊണ്ട് ഞാൻ മാറി നടന്ന് വ്ളോഗ് ചെയ്യാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ ചില്ലടിച്ചിരിപ്പുണ്ട്. ഇന്നത്തെ നൈസായിരുന്നു കേട്ടോ ഗൈസ്. മസാല ഇല്ലാത്ത ഷവായ കഴിച്ചുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസാല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു ഷവായി മസാല അത്ര വലിയ ഫാനല്ല. പക്ഷെ നോർമൽ ഷവായാണ് സത്യം പറഞ്ഞാൽ ഓജി ഷവായാണ്. ദുബായിലൊക്കെ നമുക്ക് ഈ മസാല ഇല്ലാത്ത ഷവായാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ് എല്ലാവരും ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണണ്ടാ? രാത്രി നിന്നെ വണ്ടറിലെ കൊണ്ടാ. അവിടെ പോയി വണ്ടർ അടിച്ചിരുന്നോ നീ? എന്തേലും ഉണ്ടാടെ? എവിടെയും പോകണ്ട നമ്മള്? നമ്മൾ നോക്കട്ടെ. അടുത്ത പ്ലാൻ എന്നാ നോക്കിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ജസ്റ്റ് ലോഫിൽ വന്നിരിക്കുകയാണ് വിത്ത് ദ ടീം. ഇതായിരുന്നു ബാക്കിൽ. നീയായിരുന്നു. ഡാഡിയുടെ കുട്ടി വന്നോ? നിന്നെ നോക്കിക്കോ. എവളെ കുറച്ച് ഡാഡി വിളി കൂടുന്നുണ്ട്. സോനു, ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടാ. അജയ്, ഒരാളെ വിളിക്കുന്ന സ്ഥാനം വേറൊരാളെ വിളിക്കാൻ പാടില്ല, മനസ്സിലായല്ലേ? എന്താണ് ചീസ് കേക്ക് വേണ്ട? ഷെയർ ചെയ്താ ബ്രോയെ. ഹൈറ്റ് ഉള്ള പ്രണവ് മോഹൻലാൽ. എവള് ചെറിയൊരു കട്ടുണ്ടല്ലേ? നൈസ്. നമ്മൾ ഒരു ചീസ് കേക്കും 6 പേരും. മൈലോ മൂസ്. ഇതാണ് ലോട്ടസ് ബിസ്ക് ഓഫ് ചീസ് കേക്ക്. ഇത് വർഷക്കുള്ളതാണ് ഗൈസ്. എനിക്കുള്ളതല്ല. ഈ ചോക്ലേറ്റ് അയ്യോ എവളാണല്ലേ പറഞ്ഞത്? ഓക്കെ. ആ ചീസ് കേക്കിനകത്ത് ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ.
നല്ലതാണ്. എന്നാ വേണ്ടേ? ആ സ്പൂൺ മതിയാ? ഓക്കെ. ഞാൻ പറഞ്ഞ സോനു കഴിച്ചാടാ? എങ്ങനെ ഉണ്ട്? കഴിച്ചില്ലേ? അതെന്തോന്നൊരു നമുക്ക് ആദ്യമേ പറയായിരുന്നു അല്ലേ? ആക്കിയാലോ? അതെ, അതല്ലേ പറഞ്ഞത്, ബാക്കിയുള്ളവർക്ക് കിട്ടും, പക്ഷെ ഇതുപോലെ കിട്ടൂല. ആണോ? അന്നത്തെ തന്നെ നീ ഇത് കഴിച്ചിട്ടുണ്ടോ? ഓ അല്ല, വേറെ. അല്ല, ഇത് നൈസാ, അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിനോ ആ താഴത്തെ ക്രസ്റ്റും അതുമെല്ലാം ഉണ്ടാക്കിയേക്കണം. ഡാഡി അങ്ങനെ ചില്ലറ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവരൂല. ഫുഡ് ഡാഡി, ഫുഡ് ഡാഡി. പിന്നല്ല ഇതൊക്കെ അതിന് മുകളില് മൈലോ പൊടി ഇട്ടിട്ടുണ്ട്. ചോക്ലേറ്റ് മൂസും മൈലോയും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിലാ ചീസ് കേക്കിൽ ആ ബിസ്ക്കറ്റിന്റെ പൊടി, ഓ ആ ക്രിസ്പിന് ഒരു മറ്റേ ബിസ്ക്കറ്റിന്റെ ആ ഒരു ക്രഞ്ച് വരുന്നുണ്ട്. അത് നല്ല ടെക്സ്ചറാണ്, സൂപ്പർ സാധനോ. നീ ഇതും ഇഷ്ടപ്പെട്ടെ? ചോക്ലേറ്റ് മൂസ് ഗൈസ്, ഈ ചീസ് കേക്കിൽ ഇച്ചിരിയേ ഉള്ളൂ, അതിനെ തിന്നണണ്ട. ഇത്രയും എച്ചികളായിട്ട് ചീസ് കേക്ക് തിന്നാന്നുള്ളത് നമ്മളെ വർഷയും ശ്വാസം തെളിയിച്ചിരിക്കുകയാണ്. അതാണ്ടാ ആ കൂടെ ഇച്ചിരിയെ ബാക്കിയുള്ളത്. അതായത് വന്ന് കുരുത്തം കെട്ടവൻ, എടാ കുരുത്തം കെട്ടവന്, കുരുത്തം കെട്ടവന്. എനിക്ക് കണ്ടില്ലേ? എന്തോ മറ്റേ ലോകത്തിലെ അവസാനത്തെ ചീസ് കേക്ക് പോലെയാണ് തിന്നുന്നത്. വീണ്ടും പറഞ്ഞ അവര് കൊണ്ടുവരോടെ. ഓ ഗിൽട്ടില്ലാതെ അടിച്ചു തരാം കേട്ടോ. പ്ലേറ്റിൽ ഒന്നും ഇല്ല കേസ്, ബാക്കി ഇതിൽ ബാക്കി കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് തീർത്തിട്ട് വരാം. പ്രശ്നം അവിടെ ചില്ലടിക്കാൻ 7-ാം മാളിക 7 എല്ലാത്തിലും പൊട്ടിയല്ലോ. ഒരാളോ ഇംഗ്ലീഷും സയൻസും എല്ലാം പൊട്ടിയത്. അത് സ്കൂളിൽ പഠിച്ചവർക്കുള്ള സാധനമാണ്. ചൈനയെ പോയി സൈക്കോളജി എടുത്തു. പ്രിൻസിപ്പൾ വെച്ച് നിരത്തി നിർത്തും. നീ എന്തൊരു എഴുതിയപ്പോടാ കാൽ മാർക്ക് എന്നിട്ട് കോമഡി അറിയോ, ഈ 1/4 ഞാൻ പോയി കൗണ്ടിങ് എങ്ങനെ ടീച്ചർ എനിക്ക് കാലി മഷി കളഞ്ഞാണ് ഞാൻ കേൾക്കാം. ഇനി അതും കൂടെ ഞാൻ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരു ടാറ്റ പറയൂ ഗൈസ്. ടാറ്റ, ബൈ ബൈ. ഇത് നല്ല രസമുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യാം. ടാറ്റ, ബൈ.